ഈ വർഷത്തെ ലിറ്റിൽ കൈറ്റ്സ് അവാർഡിൽ പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് തിളക്കമാർന്ന നേട്ടം. കോട്ടയം ജില്ലയിലെ മികച്ച രണ്ടാമത്തെ സ്കൂളായി സെന്റ് മൈക്കിൾസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷം ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ നടത്തിയ നവീനവും വ്യത്യസ്തവുമായ പ്രവർത്തനങ്ങളാണ് സ്കൂളിനെ അവാർഡിന് അർഹമാക്കിയത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 250ഓളം ടീമുകൾ പങ്കെടുത്ത IT ക്വിസ്, കരൂർ ഭരണങ്ങാനം പഞ്ചായത്തുകളിലായി നടത്തിയ ഡിജിറ്റൽ സർവേ, സമീപത്തുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സൗകര്യങ്ങൾ പരിചയപ്പെടുത്തൽ, പ്രാദേശിക വിഭവ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്യുമെന്ററി, സമീപത്തുള്ള LP UP സ്കൂളുകളിൽ കമ്പ്യൂട്ടർ പരിശീലനം, വിവിധ വിഷയങ്ങളിൽ റീൽസ് നിർമ്മാണം, ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളിച്ചുള്ള വിവിധ പരിപാടികൾ, ഫ്ലാഷ് മോബ് തുടങ്ങിയവയാണ് ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് ഈ വർഷം നടത്തിയ വ്യത്യസ്തമായ പരിപാടികൾ. റോബോട്ടിക്സ്, ഇലക്ട്രോണിക്സ് വിഷയങ്ങളിൽ ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ്, പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എന്നിവരുമായി ചേർന്ന് നടത്തിയ പരിപാടികളും ശ്രദ്ധേയമായി. മെയ് മാസത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ 30,000 രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സ്കൂൾ ഏറ്റുവാങ്ങും. ജോസ് കെ മാണി MP, മാണി സി കാപ്പൻ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം പെണ്ണമ്മ ജോസഫ്, വാർഡ് മെമ്പർ പായസ് മാണി എന്നിവർ സ്കൂളിലെത്തി അഭിനന്ദനം രേഖപ്പെടുത്തി. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ജോസ് കെ മാണി MP 3 കമ്പ്യൂട്ടറുകളും, മാണി സി കാപ്പൻ MLA 2 കമ്പ്യൂട്ടറുകളും 2 പ്രൊജക്ടറുകളും സ്കൂളിന് അനുവദിക്കുമെന്ന് ഉറപ്പ് നൽകി. അപ്പോൾ സന്തോഷം കേട്ടോ. 3 കമ്പ്യൂട്ടറോട് പറഞ്ഞിരുന്നു, ഫണ്ട് വരുന്നതനുസരിച്ച് 3 കമ്പ്യൂട്ടർ കേട്ടോ. രണ്ട് പ്രൊജക്റ്റും 2 കമ്പ്യൂട്ടറും വേണമെന്ന് പറഞ്ഞത് ഈ മെയ് മാസത്തിൽ തരാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും 2 കമ്പ്യൂട്ടറും 2 പ്രൊജക്റ്റും ഞാൻ ജയിച്ചാൽ മതി. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വെളുപ്പറമ്പിൽ, ഹെഡ്മാസ്റ്റർ ജിനു ജെ വല്ലനാട്ട്, ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരായ സിസ്റ്റർ ത്രേസ്യാമ്മ പോൾ, വിദ്യ KS എന്നിവർ സംസാരിച്ചു.